ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഭയങ്കര മഴയൊക്കെയാണ്. എല്ലാവരും സേഫ്റ്റി ആയിട്ടൊക്കെ ഇരിക്കുക. പിന്നെ നമ്മളിന്ന് എല്ലാവരും സേഫ്റ്റി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഇലയില്ലേ, നല്ല തെളിരില, നമ്മളിത് തോരൻ വയ്ക്കാം, പിന്നെ പല രീതിയിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഒഴിച്ചെറി വെക്കാനായിട്ട് നമ്മൾക്കിവിടെ കുറച്ച് ചീര ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് ആദ്യം കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ് തന്നെ ഞാൻ എടുത്തേക്കുന്നത്. ചെറുപരിപ്പ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലിട്ട് വെക്കുമ്പോൾ നമ്മളൊന്ന് തേങ്ങ ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറിയ 2 തക്കാളി പഴുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത്, വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് 2 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2 വിസിലടുപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. മൺചട്ടിയിൽ തന്നെ നാടൻ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടോ. അതുപോലെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളകും കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം ഒരു 8-10 ചുമന്നുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചീര ഒരുപാട് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീനും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആരും ഇതൊന്നും വൃഥാവാക്കി കളയരുത്. കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. ചീര തോരനായിട്ടോ കറിയായിട്ടോ ഒക്കെ വെച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നവരെയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് ചട്ടി നല്ല ചൂടാണ്. ഈ സമയം നമ്മൾ തീ നല്ല സിമ്മിലാക്കിയിട്ടേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചീരയും കൂടെ ചേർത്ത് വേവിച്ചിട്ടില്ല, ആ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നല്ല മഴയുടെ ഇത് കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പനിയും അസ്വസ്ഥതകളും അങ്ങനെ പല രോഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചീരകളൊക്കെ ചേർത്തുള്ള കറികളൊക്കെ വെച്ച് നമ്മുടെ മക്കൾക്കും കൊടുത്ത് നമുക്ക് കഴിക്കുവാണെങ്കിൽ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് കട്ടി വേണം, അല്ലെങ്കിൽ തിക്കായിട്ട് വേണം, അല്ലെങ്കിൽ ലൂസായിട്ട് വേണം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ ഒന്ന് ചൂടായി തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്കൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക.
മല്ലിയിലൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ. ഉണ്ടാക്കി നോക്കുക. കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആരും ഇതൊന്ന് മിസ്സാക്കാതെ ഒന്ന് തോരനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു കറി ഒന്ന് വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റായിട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചീരയും അതുപോലെ തന്നെ പരിപ്പും കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു ഒഴിച്ചേറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.